ഭാര്യനെ അടിച്ച നിലത്തിട്ട് ഗർഭിണിയായിട്ടുള്ള പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യ നിലത്ത് വീണ് വയ്യാണ്ടായി. അവര് സ്വന്തം ഭാര്യയെ സേഫ് ആക്കി റൂമിൽ കയറ്റി വെക്കുക. കാരണം ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവര് ആക്രമിച്ചേക്കാം. ഞാൻ നേരിട്ട് സാക്ഷിയാണ്. ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും എന്റെ അമ്മ അപ്പനും ഒന്നും അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്, പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവര് ചെയ്യും, കൊല്ലുന്ന ഒരു അവസ്ഥ വരെ അവർ എത്തിക്കും, കൊല്ലും. എന്നിട്ട് അതൊരു ആക്സിഡന്റിൽ ഡെത്ത്. ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ് പ്രവീൺ അതുപോലെ മൃദുല ഇവരുടെ അൺമാസ്കിങ് വീഡിയോ. അപ്പോൾ അതേ ഒരു ശൈലി ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഒരു ഫാമിലിയും കൂടെ വന്നിരിക്കുകയാണ്. വേറെ ആരുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന VR in Love എന്നൊരു ഫാമിലി. അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ ഇതുവരെ വേറെ വീഡിയോസുകളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ ഇതേ ഒരു കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ ഇവരുടെ അതേ ഒരു ഇത് തുടർന്ന് വന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ പ്രവീണിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആ ഒരു ഇതും ഞാൻ കണ്ടു. ഇപ്പോൾ ഇന്നാണ് ഞാനത് കണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവരെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇവരിൻ്റെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ അൺമാസ്കിങ് വീഡിയോ, ഇപ്പോൾ അടുത്ത ആൾക്കാർ അൺമാസ്കിങ് വീഡിയോ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസുകളും കാര്യങ്ങളും കണ്ടു. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. ഇത് സ്ഥിരം ഏർപ്പാടാണെന്നാണ് പറയണത്. അതുപോലെ ഇവർ ഭാര്യയും ഭർത്താവും വന്നിട്ട് എന്താ പറയുക, അമ്മനെയും നാത്തോനെയും കുറ്റം പറയും. അതുപോലെ തന്നെ അമ്മയ്ക്കും നാത്തോനക്കും വേറൊരു ഇയാളുടെ പെങ്ങൾ, അവർക്ക് വേറൊരു ചാനലുണ്ട്. അപ്പോൾ ഇവരെ കുറ്റം പറയും. അങ്ങനെ എന്താ പറയുക, കുടുംബശ്രീ ഒരു ഇതുണ്ടല്ലോ, ഇവിടുത്തെ കുറ്റം അവിടെ പറയാം, അവിടുത്തെ കുറ്റം ഇവിടെ പറയാം, അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇതല്ല കേട്ടോ കോമഡി. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഒരു വീഡിയോയ്ക്ക് അവർ തമ്പനയിൽ കൊടുത്തിരിക്കുന്നത് അൺമാസ്കിങ് ഓൾ ഫേസസ്. അതുപോലെ തന്നെ പ്രണവിൻ്റെയും അച്ഛൻ്റെയും അമ്മൻ്റെയും അനിയൻ്റെയും കൂടെ ഇരിക്കുന്നൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവരിൻ്റെ വീഡിയോസ് ഇപ്പോൾ പ്രണവിൻ്റെയും അതുപോലെ പ്രവീണിൻ്റെയും വീഡിയോസ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇവരിൻ്റെ ഇതും കൂടെ കുത്തിക്കയറ്റാൻ നോക്കിയിട്ട് ആളാവാൻ നോക്കുകയാണ്. അപ്പോൾ എന്താല്ലേ ചെയ്യുക. അപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, നമുക്കതും കൂടെ ഒന്ന് കണ്ടിട്ട് വരുമ്പോൾ ഒന്ന് കണ്ടു നോക്കൂ. ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് പുറത്തോട്ട് വരിക തന്നെ ചെയ്യും. ദൈവമായിട്ടൊരു നിമിത്തമാക്കിയിട്ട് ചെയ്തേക്കുന്നതാണ്. ഇപ്പൊ അവർക്ക് അവരുടെ കുടുംബം പിരിഞ്ഞെങ്കിലും അതിനകത്തൊരു നല്ലതുണ്ട്. ഇപ്പം നമ്മുടെ ഇതിനകത്താണെങ്കിലും നമ്മൾ ഇവിടെ വന്ന് സമാധാനത്തോടെ ജീവിക്കുന്നതിനകത്ത് ദൈവം ഒരു നല്ലത് കണ്ടിട്ടുണ്ട്. ഒരു ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ ദൈവം കുറച്ച് ദൈവത്തിന് ഇഷ്ടമുള്ളവർ എന്തായാലും ദൈവം പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. അതുപോലെ നമ്മളെയും പ്രൊട്ടക്ട് ചെയ്തു, അവരെയും പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങൾ നമ്മൾ ആരും ബ്ലെയിം ചെയ്യാനായിട്ടൊന്നുമില്ല. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒന്നും നമ്മൾ അത് ശരിയാണ്, ആരും ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് അമ്മേനെ വന്ന് കുറ്റം പറയും, അത് ഇടയ്ക്കിടയ്ക്ക് നാത്തോനെ വന്ന് കുറ്റം പറയും. അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആരും ബ്ലെയിം ചെയ്തിട്ടൊന്നും അവർ കുറ്റം പറഞ്ഞിട്ടില്ല കേട്ടോ. ബ്ലെയിം ചെയ്തിട്ടൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും ഇവരിൻ്റെ ഫാമിലി പ്രശ്നമുണ്ടല്ലോ. ഇവർ പ്രണവിൻ്റെ വീഡിയോസുമായിട്ട് അവരുടെ ഫാമിലിയിൽ നടന്ന ഇഷ്യൂസുമായിട്ട് ഭയങ്കരമായിട്ട് താരതമ്യം ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇവർ അതിന് വേണ്ടിയിട്ട് ഭയങ്കര തത്രപ്പാട് വേണം. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവരിൻ്റെ വീഡിയോസും ഇനി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർക്കും ഇത് റീച്ച് കൂടുതൽ. അതിൻ്റെ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവർ ഭയങ്കരമായിട്ട് തത്രപ്പാട് പെടുന്നുണ്ട് കേട്ടോ. ആ ഒരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവർ ചെയ്യുന്നത്. ഓരോ വീഡിയോസുകളും ഇവർ അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, മനസ്സിലായോ? അപ്പോൾ എന്താ അറിയോ, ഇവരിൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ ഏകദേശം ഞങ്ങളുടെ ഫാമിലി നടക്കുന്നതും അതുപോലെ തന്നെ പ്രണവിൻ്റെ ഫാമിലിയിൽ നടക്കുന്നതും ഏകദേശം ഒരേ രീതിയിലാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവരിൻ്റെ. അതിനുള്ള തത്രപ്പാടുകളാണ് അവരുടെ തമ്പനയിലും വെച്ചിട്ട് ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ ഇറക്കുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കണ്ടു നോക്കൂ. എങ്കിലും നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കുമ്പോൾ എനിക്ക് പ്രവീണിന്റെയും മൃദുലയും കൂടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിക്കണം എന്നുള്ള ഒരു ഇത്. കാരണം ഞങ്ങളുടെ അത് തന്നെയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അവരുടെ വീഡിയോ കണ്ട് അത്രയും എനിക്കില്ലെങ്കിലും ആ ഒരു കാണുന്ന ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇച്ചിരിയെങ്കിലും അലിവുള്ള ഒരു മനുഷ്യൻ അത് കാണുമ്പോൾ ഭയങ്കര വിഷമം വരും. അതിനകത്തൊരു 100 ഡൗട്ട് വെക്കുന്നവർക്ക് അവരുടെ മനസ്സിൽ എത്രത്തോളം ദുഷിച്ച ഇതാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഡൗട്ടുകൾ ഇങ്ങനെയാണ്, ഭാര്യയെ അടിച്ച് നിലത്തിട്ടപ്പോഴത്തേക്കും അല്ല, അപ്പോൾ ഇവർ പറയണത് കേട്ടോ, പ്രണവിൻ്റെ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ വന്നിട്ട് നെഗറ്റീവ് പറയുന്നവരുടെയൊക്കെ മനസ്സ് ദുഷിച്ച മനസ്സാണെന്ന്. അപ്പോൾ എന്ത് ഇതിട്ടാലും അതോടുകൂടി സ്വീകരിക്കണം എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? എന്താ പറയുക, ഇപ്പോൾ എന്തൊരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ അതെല്ലാം അംഗീകരിക്കണം എന്നാണോ നിങ്ങൾ വന്ന് പറയണത്? മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക.
പ്രൈവറ്റ് ആക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പബ്ലിക്കാക്കിയിട്ട് വെക്കുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവും നേരിടേണ്ടി വരും, അതുപോലെ പോസിറ്റീവ് നേരിടേണ്ടി വരും. പോസിറ്റീവിനേക്കാളും നമുക്ക് എന്താ പറയുക നെഗറ്റീവായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. അങ്ങനെയുള്ള വീഡിയോസ് അങ്ങനെയുള്ള കമൻറ്റുകൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ കഴിഞ്ഞു എന്ന് തന്നെ വരില്ല. അത്രയ്ക്ക് മാത്രം ഇതായിട്ടുള്ള കമൻസുകളാണ് ചില സമയത്ത് നമ്മൾക്ക് വരാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ വന്ന് പറയാതിരിക്കുക, അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് ഒരു 10-25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് പബ്ലിക്കിന് അറിയുള്ളൂ. നിങ്ങളുടെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, അല്ലാതെ ക്യാമറയ്ക്ക് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് പബ്ലിക്കിന് അറിയില്ല. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ എന്താണോ കണ്ടത് അത് മാത്രമാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് അനുസരിച്ചിട്ട് നിങ്ങൾക്കത് താങ്ങാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള വീഡിയോസുകൾ ഇടാതിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസുകൾ ഇടുന്ന സമയത്താണല്ലോ നമുക്ക് അങ്ങനെയുള്ള കമൻറ്റുകളും കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നവർ മാത്രം ഇങ്ങനെയുള്ള വീഡിയോസുകളായിട്ട് വരണം, അല്ലാത്തവർ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടാതിരിക്കുക. നമ്മൾ പബ്ലിക്കിൽ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തു, ഇപ്പോൾ നമ്മുടെ ഭാഗം എല്ലാം ന്യായമായിട്ടുള്ള രീതിയിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ വരും. അതേപോലെ തന്നെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് അപ്പുറത്തെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയുക സ്വാഭാവികമായിട്ടും അവരുടെ അടുത്താണ് കൂടുതൽ തെളിവുകളെന്ന് വെച്ചാൽ അവരിലേക്ക് പോകും. അതാണ് നമ്മുടെ സൊസൈറ്റി. അങ്ങനെയാണ് എന്താണ് എല്ലാവരും അത് ചെയ്യുള്ളൂ. എവിടെയാണോ തെളിവ്, എവിടെയാണോ കാര്യം, ആ കാര്യത്തിൻ്റെ ഭാഗത്തെ എന്തായാലും പ്രേക്ഷകർ നിൽക്കുള്ളൂ. അപ്പോൾ അതിനുള്ള കമൻറ്റുകളായിരിക്കും അവരിടുന്നത്. അങ്ങനെ പറ്റാത്തവർ അങ്ങനെയുള്ള വീഡിയോസുകളായിട്ട് വരാതിരിക്കുക. അല്ലാതെ എന്തെല്ലാം വ്ളോഗുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണൽ മാറ്ററുകളൊന്നും പബ്ലിക്കിന് മുമ്പിൽ വന്നിട്ട് പറയാതിരിക്കുക. പറയേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരുമ്പോൾ ഒന്ന് കേട്ട് നോക്കൂ. ഭാര്യനെ അടിച്ച നിലത്ത് ഗർഭിണിയായിട്ടുള്ള പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ഭാര്യ നിലത്ത് വീണു വയ്യാണ്ടായി. അവര് സ്വന്തം ഭാര്യയെ സേഫ് ആക്കി റൂമിൽ കയറ്റി വെക്കുക. കാരണം ഇറങ്ങി പോകുമ്പോൾ പിന്നെ അവര് ആക്രമിച്ചേക്കാം. ഞാൻ നേരിട്ട് സാക്ഷിയാണ്. ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കും എന്റെ അമ്മയപ്പനും ഒന്നും അങ്ങനൊന്നും ചെയ്യത്തില്ല. ഞാൻ ആ വിശ്വാസത്തിലാണ് അവളെ അങ്ങോട്ട് കൊണ്ടുപോയത്, പിന്നെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അവര് ചെയ്യും, കൊല്ലുന്ന ഒരു അവസ്ഥ വരെ അവർ എത്തിക്കും, കൊല്ലും, എന്നിട്ട് അതൊരു ആക്സിഡന്റിൽ ഡെത്ത് ആക്കി മാറ്റും. അപ്പം അങ്ങനെ ഇടയിൽ കൂടെ അവരുടെ വീഡിയോയും കൂടെ തള്ളിക്കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താ പറയുക, അവരുടെ ആ ഒരു രീതി തന്നെ ആവാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് എന്തോ ഒരു വർഷത്തിന് മുമ്പ് എന്താണ് ഇവർ തമ്മിൽ അച്ഛനടുത്തും അമ്മേനടുത്ത് പറയാതെ വീട്ടിൽ കയറിപ്പോയി. അന്നേരം എന്താ വാക്ക് തർക്കത്തിൻ്റെ ഇടയിൽ അവൾ വീഡിയോ പിടിക്കുകയും ചെയ്ത ആ ഒരു സമയത്തുള്ള വീഡിയോ കാര്യങ്ങളാണ്. അത് ഈ പറയുന്നതിൻ്റെ ഇടയിൽ കൂടെ അതും കൂടെ തള്ളിക്കയറ്റിയിട്ട് ആളാവാൻ ശ്രമിക്കുകയാണ്. എന്താ ചെയ്യാല്ലേ, ഇങ്ങനെയും ആൾക്കാർ എന്താണ് ഫേമസ് ആവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എന്താ പറയുക വല്ലാത്ത ഇറിറ്റേഷനാണ് തോന്നുന്നത്. നമ്മൾ പണ്ടെങ്ങാനോ കഴിഞ്ഞത് വീണ്ടും എടുത്തിടേണ്ടി വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ആ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ തള്ളി കൊണ്ടുവന്ന് ഇടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എന്താണോ നടന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ നടന്നെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കുന്നത് തത്രപ്പാടാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് വരുമെന്ന് കേട്ട് നോക്കൂ. 99% ഏറ്റവും സഫറിങ്ങിലൂടെ പോകുന്ന ഗേൾസ് കല്യാണത്തിന് ശേഷം പോകുന്നതാണ്. അതായത് സ്വന്തം മോളെ പോലെ കാണാതെ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നവളായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകളാണ് 99%. അതിനകത്ത് 1% ആളുകൾ നല്ല ആൾക്കാരുണ്ട്, നല്ല അമ്മയമ്മയും നല്ല മരുമോളും ഉണ്ട്. ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, നിങ്ങൾക്ക് മരുമോളെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന എത്ര അമ്മമാരുണ്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും. അതിൽ 99% എന്നെ ഏറ്റവും ഇതായിട്ട് നോക്കുന്ന എന്നാണ്. അതിന് കുറേ കമന്റ്സ്, നല്ല കമന്റ്സ് ഉണ്ട്. എന്നെ സ്വന്തം അമ്മയായിട്ട് നോക്കുന്ന, എനിക്ക് അതുപോലെ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ ഉള്ള കണ്ട് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ. ഇവരെന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല തോന്നുന്നു. ആദ്യം പറയുന്നുണ്ടായിരുന്നു 99% എന്താ പറയാ അമ്മായിമ്മമാർ നോക്കൂലെന്ന്. പിന്നെ എന്താണ് ഇപ്പൊ പറയേണ്ട 1% നോക്കുള്ളൂ. പിന്നെ പറയുന്നുണ്ടായിരുന്നു ഞാനൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു, അതിൽ കമന്റ് കണ്ടു, എന്താണ് നിങ്ങൾ ആരെയാണ് എന്താണ് അമ്മായിമ്മ നിങ്ങൾ നോക്കാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിൽ കമന്റുകൾ കണ്ടു 99% അമ്മായിമ്മ നോക്കാറുണ്ട്, ഞങ്ങൾ നല്ല സ്നേഹത്തിലാണെന്ന് കണ്ടു. പിന്നെ 1% കുറ്റം പറയുന്നുള്ളൂ. ആദ്യം പറയുന്ന കാര്യത്തിൽ ആദ്യം ഉറച്ചു നിൽക്കാൻ നോക്കുക, എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമ്മൾ എന്താണോ പറയുന്നത് ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ഇവരുടെ നാത്തുവിൻ്റെ അൺമാസ്കിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കണ്ടു നോക്കൂ. ഒരു പോർഷനിൽ ഇടയ്ക്ക് എവിടെയാണ് പറഞ്ഞത് കിങ്ങിണിമോള് ജനിച്ച സമയത്ത് പാല് കൊടുക്കുന്നത് അത്രയും നല്ലൊരു കാര്യമാണ്. അത് വിളിച്ചു പറയുന്നതും മോശമായിട്ടുള്ളൊരു കാര്യമാണെന്ന് തന്നെ വിശ്വസിക്കുന്ന രണ്ടുപേരാണ് ഞങ്ങൾ. കൊടുത്തിട്ട് അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. മുലപ്പാല് അത്രയും പവിത്രമായിട്ടുള്ള ഒന്നാണ്. ആ ഒരു കുഞ്ഞിന്റെ ജീവിതത്തിൽ ഫുള്ള് ആ അവസാനം വരെ ആ കുഞ്ഞിന്റെ ഹെൽത്തിന് കാര്യങ്ങൾ വൈകുന്നത് മുലപ്പാലിൽ നിന്നാണ് എല്ലാം കിട്ടുന്നത്. അതായത് ആ അമ്മയുടെ മാതൃത്വം തൊട്ട് എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിന് കിട്ടുന്നത് ആ ഒരു സമയം തൊട്ടാണ്. മനുഷ്യന്റെ മൊത്തം ജീവിതവും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നത് ആ അമ്മയിൽ നിന്ന് കിട്ടുന്ന മുലപ്പാലിൽ നിന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പെൺകുട്ടീനെ പഴയ കാര്യങ്ങള്
16 വയസ്സിലോ 13 വയസ്സിലോ ചെയ്ത കാര്യങ്ങളൊക്കെയാ പറയുന്നത്, എടുക്കുന്നതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ആ ടൈമിലത്തെ കാര്യങ്ങളൊന്നുമാണ് നമ്മൾ പറയുന്നത്. ഒരു ചെയ്യാൻ പാടില്ലാത്ത ടൈമിൽ ചെയ്യാം. എന്റെ ലെവലിൽ തന്നെ ഇന്നും അവരങ്ങനെ തന്നെ ഇട്ടേക്കുന്നു. ധൈര്യം കൊണ്ട് അവർ ചാനൽ മാറ്റട്ടെ, അല്ലെങ്കിൽ അവരുടെ ചാനലിൽ സ്വന്തം ചാനലിൽ വന്ന് വീഡിയോ ഇടാനായിട്ട് ധൈര്യപ്പെടട്ടെ. എന്തുകൊണ്ട് ഒരാൾ സൈലന്റ് ആവും? ഒന്നെങ്കിൽ ഒരാൾ സൈലന്റ് ആവുന്നത് ശരി, ഒരാളുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ അവരെന്തേലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് കുറെ പേര് സൈലന്റ് ആവും. പക്ഷേ ഇത്രയും അലിഗേഷൻസ് ഒരാൾ ഇപ്പുറത്തിരുന്ന് പറയുമ്പോൾ ഒരാൾ സൈലന്റ് ആവണമെങ്കിൽ അയാളുടെ ഭാഗത്ത് അത്രയും തെറ്റുകളുണ്ട്. ഒന്നും തിരിച്ച് സംസാരിക്കാൻ ഇല്ല. അവിടെ ഉള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന് മിണ്ടാതിരുന്നിട്ട് നല്ലതാകാം. അതാകുമ്പോ എല്ലാരും പറയും അവരൊന്നും പറയുന്നില്ലല്ലോ, പിന്നെ ഇവൻ എന്തിനാ ഇങ്ങനെ കിടന്ന് പറയുന്നത്. ഒരു ബുദ്ധിയാണ്, ഒരു കുരുട്ടു ബുദ്ധി. അതിപ്പോ എന്ത് ബുദ്ധി ആയിക്കോട്ടെ, ഇപ്പൊ അവർ വിചാരിച്ചു കാണും 2 കൈ കൊണ്ട് കൊട്ടുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത്. അതുപോലെ മുലപ്പാൽ കൊടുത്ത കാര്യം പറയുന്നുണ്ട്. അത് എന്തോ ഇവരില്ലാത്ത സമയത്ത് നാത്തം കൊടുത്ത് അത് ഗതികേട് കൊണ്ട് കൊടുത്തു എന്നാണ് പറയുന്നത് പറഞ്ഞിട്ട് വേറെ എവിടെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെ ഇതിലാണ് അത് ഇതും കൂടെ കുത്തിപ്പൊക്കിക്കൊണ്ട്, അത് എപ്പോഴോ നടന്ന സംഭവമാണ്, അത് എല്ലാം കൂടെ ഇപ്പോൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്തായാലും അറിയാം ഇത് എപ്പോഴും കുറ്റം മാത്രമേ പറയുന്നത്. അപ്പോൾ അവർ വിചാരിച്ച് കാണും എന്താണ് അവർ പറയട്ടെ, എത്ര നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അതിനും ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല. എന്ത് തന്നെയാണെങ്കിലും അവർ സൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ 2 കൈ കൊട്ടിയാലല്ലേ സൗണ്ട് കേൾക്കുള്ളൂ, അപ്പോൾ കൊട്ടാതിരുന്ന സൗണ്ട് കേൾക്കില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവരൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നത്. അതിനും ഒരു കുറ്റമായിട്ട് കണ്ടിട്ട് ഇത്രമാത്രം കളിയാക്കി പറയേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും അമ്മയും നാത്തൂനൊക്കെ വന്നിട്ട് ഒന്നും പറയാത്തതുകൊണ്ട് അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കും ഓരോന്ന് പറഞ്ഞ് അതല്ല ഇങ്ങനെ ഇതാണ് അതാണ് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് പിന്നെയും റീച്ച് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരൊന്നും പറയാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് തന്നെയാണെങ്കിലും അപ്പോൾ പ്രവീണിനെ പോലെ തന്നെ ആവാൻ ശ്രമിക്കണം എന്നുള്ള എനിക്കൊന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.